കുഞ്ഞിനിപ്പോ ശരിക്കും എത്ര മാസമായി? 6 months. മോന്റെ പേര് ഹംദാൻ. 6 months. 6 months. ഓക്കെ. ഡെലിവറിക്ക് ദുബായിൽ തന്നെയായിരുന്നു. അവിടുത്തെ ഷെയ്ഖിന്റെ പേരാണ് ഹംദാൻ. ശരിയാണല്ലോ. അതിനൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ്, പക്ഷെ അവിടെ നമുക്ക് അവർ പറഞ്ഞു തരും. പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, വേണ്ട അറിയണ്ട, നമ്മുടെ ഒരു ആചാരം അതെനിക്ക്. പക്ഷെ എന്റെ മമ്മിക്കാണെങ്കിൽ അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പം കുറച്ച് ആൾക്കാർ പെൺകുട്ടികളൊന്നും ഒരു ചെറിയ ഭാഗം ആൺകുട്ടികളും. ഈ ചെറിയ ഭാഗത്തിൽ കുറെ ഇമ്പോർട്ടന്റ് ആൾക്കാരാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഞാൻ ഡ്രസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴൊക്കെ ഇവര് പറയും പെൺകുഞ്ഞാവാ. വയറ് കണ്ടിട്ട് ഷേപ്പിൽ പറയുന്നതാ. വയറ് കണ്ടിട്ടും നമ്മുടെ ഫീച്ചേഴ്സ് കണ്ടിട്ടും നമ്മുടെ സ്കിൻ ഗ്ലോ ആവും. അതൊക്കെ പറയും. അയ്യോ ഇവള് പെൺകുട്ടിനെ പ്രസവിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു. എന്റെ 7ാം മാസം കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു പെൺകുഞ്ഞാണെന്ന്. വെരി റെയറിൽ ആൾക്കാരാണ് ബോയ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ആണാണോ പെൺകുട്ടി ആണെന്ന് അറിയില്ല. ഡോക്ടറിനോട് ചോദിക്കുമ്പോ ഞാൻ മമ്മി സ്കാനിങ്ങിന് വരുമ്പോ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ അപ്പൊ ഒരു ദിവസം ഡെലിവറി ഡേറ്റ് ആവാറായി. അപ്പൊ ഞാൻ ഇക്കയോട് ചോദിച്ചു നമുക്ക് പേരുകളൊക്കെ തീരുമാനിക്കണ്ട. അപ്പൊ ഇക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ട്, അങ്ങനെ നമ്മളൊന്നും മുൻകൂട്ടി ഒന്നും ചെയ്യാൻ പാടില്ല, ഷോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ പഴയ കാലം അല്ലേ ഇക്ക, പക്ഷെ എന്നാൽ അത് പാടില്ല, എന്നാൽ അത്യാവശ്യം വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു പേരെങ്കിലും നമുക്കൊന്ന് നോക്കി വെക്കാം, വെറുതെ ഇതൊക്കെ കുറച്ച് സെക്ഷൻസ് ഓഫ് പേര്. അപ്പം ഞാൻ പറഞ്ഞു പെൺകുഞ്ഞാണെങ്കിൽ ഒരുപാട് പേരിലേക്ക് നമ്മൾ പോകുന്നില്ല, ജമീല എന്ന് നമ്മൾ ഫിക്സ് ചെയ്തായിരുന്നു. അത് എന്റെ ഗ്രാൻഡ്മയുടെ പേരാണ്. അത് അമ്മയുടെ അമ്മ. ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. പുള്ളിക്കാരി ഇല്ല, ഒരു വെരി യങ് ഏജിലും ഞങ്ങളൊക്കെ വിട്ടുപോയതാണ്. അപ്പം ഞാൻ എന്റെ ബ്രദറിന്റെ മോളായപ്പോഴും ഈ ജമീല പേരെടുത്തപ്പോ ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല, അത് എന്റെ മോൾക്ക് മാത്രമുള്ള പേരാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു കൺഫ്യൂഷൻ ഇല്ല. ആൺകുഞ്ഞാവുമ്പോ ഞാൻ വെച്ച് എന്താടാ. അപ്പൊ ഞാൻ ഇക്കയോട് വെറുതെ പറഞ്ഞു എനിക്ക് ഹംദാനെ ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ ഷെയ്ഖിനെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇക്കനെ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഞങ്ങൾ പുറത്തു പോയപ്പം ഞാൻ ചോദിച്ചു ഇതാര് ഈ ഷെയ്ഖ് എന്ന്. ആ ഷെയ്ഖിനെ കാണാൻ ഭയങ്കര ഭംഗിയാ, മൊഞ്ചനാള്. ഞാൻ പറഞ്ഞു ഈ ചെക്കനെ കാണാൻ എന്തൊരു രസമാണെന്ന് അറിയോ, ഇതുപോലത്തെ വല്ല അറബീനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കെട്ടായിരുന്നു. അന്ന് എനിക്ക് ഇക്കയ്ക്ക് ഒന്നും ഇല്ല കേട്ടോ, ഞാനൊരു ഗോൾഡൻ വിസയുടെ ആവശ്യത്തിന് പോയതാണ്, ഒരു ഫംഗ്ഷന് പോയതാ. അങ്ങനെയാണ് എനിക്ക് ഈ ഹംദാനെ ഷെയ്ഖിനെ എനിക്ക് പരിചയം, ലൈക്ക് ഫോട്ടോയില്. അപ്പൊ ഞാൻ ഇക്കയോട് തമാശക്ക് പറഞ്ഞു ഇക്ക ഒന്നെങ്കിൽ സൽമാൻ ഖാൻ അല്ലെങ്കിൽ അപ്പൊ സൽമാൻ ഖാൻ അല്ല സൽമാൻ. അപ്പൊ തന്നെ നിക്കണ്ടെങ്കിൽ നോക്കി അതെന്തായാലും സംഭവിക്കില്ല. ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ഹംദാൻ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പിന്നെ നോക്കിയല്ലോ, ഓക്കെയാണ് പുള്ളിക്കാരൻ. അങ്ങനെയാണ് പേര് വന്നത്. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് ആൺകുഞ്ഞാന്ന് പറഞ്ഞപ്പോ നമ്മളിത് കുറച്ചു പേരോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇത് ന്യൂസിൽ വന്നതെന്ന് അറിയില്ല. ഹംദാനാണെന്ന് പേര് പുറത്തേക്ക് വന്നു. നമ്മൾ പറയുന്ന മുന്നിട്ട് ഫുൾ എല്ലാം നെറ്റിലിട്ടു ഹംദാനാണെന്ന്. അപ്പൊ ഡെലിവറി കഴിഞ്ഞപ്പോ ഇക്ക നീ ആരോടെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ ഞങ്ങളുടെ ഒഫീഷ്യൽ പേരിൽ വേഗം തന്നെ ഫിക്സ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു നമുക്ക് വേറെ പേരിട്ടാലോ? അന്നേരം ഒരു ഇല്ല, ആൺകുട്ടിയാണെങ്കിൽ ഹംദാൻ ഫിക്സ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് അവന്റെ യോഗമാണ്, അത് അങ്ങനെ തന്നെ ഇതാവണം എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ജമീലയ്ക്ക് വേണ്ടിട്ടുള്ള അടുത്ത ഇത് ജമീല, കാരണം അത് ചേട്ടൻ ചോദിക്കും നീ എന്റെ മോൾക്കോ പേരിടാൻ സമ്മതിച്ചു ജമീല വരുന്നത് വരെ. അതെ, ഇനി ജമീലയ്ക്ക് വേണ്ടിട്ടുള്ള കാത്തിരിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഒക്കെ ആലോചിക്കുമ്പോ ചിലപ്പോ ഞാൻ ആലോചിക്കും, പക്ഷെ ഈ ഒരു പീരീഡ് ആലോചിക്കുമ്പം വേണോ? അതാണ് എന്നെ സംബന്ധിച്ച് എനിക്കതാണ് ഈ മദർഹുഡ്. ശരിക്കും നമ്മളിതെല്ലാം എന്നാണ്, പക്ഷെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എന്റെ പൊന്നു. എന്റെ മോൾക്ക് ഒട്ടും ഉറക്കമില്ല, ഫുൾ നൈറ്റ് ഉറങ്ങാണ്ടിരിക്കും. രാത്രി ഞാൻ അവളെ എപ്പോ ഉറക്കാൻ നോക്കും അപ്പോൾ അവൾക്ക് കരയാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് പ്രഗ്നൻസി പീരീഡും ഡെലിവറി പെയിൻ പോലും ഞാൻ അതൊക്കെ ഞാനും മറന്നുപോയി. പക്ഷേ ഈ ഒരു പീരീഡ് ഇതാണ് ശരിക്കും. പിന്നെന്താന്ന് പറയാ, ഇനി കുറച്ച് കിടക്കുന്നുള്ളൂ, കുഞ്ഞുങ്ങൾ കരയുമ്പം സംസാരിക്കില്ലല്ലോ. ഇതൊക്കെ എന്തിനാ കരയണമെന്ന് മനസ്സിലാവില്ല ആദ്യമേ. നമുക്കും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പൊ ഇത് വിശന്നിട്ടാണോ കരയണേ, വേറെ അൺഈസിനെസ് എന്തെങ്കിലും ആണോ, ഉഷ്ണിച്ചിട്ടാണോ കരയണേ? അപ്പൊ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്ന വരുമ്പോഴേ അങ്ങനത്തെ ഒക്കെ കുറെ ടെൻഷനും കാര്യങ്ങളും. എനിക്കറിയാം മോന് ഈ സമയത്താണ് ഉറങ്ങുക. അപ്പൊ ദുബായിലുള്ള സമയത്ത് കറക്റ്റ് ആയ സമയത്ത് അപ്പം ഒരു പ്രാവശ്യം ഞാൻ സലൂൺ സർവീസ് വീട്ടിൽ ഞാൻ പ്രിഫർ ചെയ്തിട്ട്
ഈ സമയത്താണല്ലോ മോൻ ഉറങ്ങുന്നത്, അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അന്ന് അവൻ ആ സമയം മുതൽ ഈ സർവീസ് കഴിയുന്നവരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ആലോചിച്ചു ഇവൻ എന്നും പിറ്റേ ദിവസം അവൻ കറക്റ്റായ സമയത്ത് ഉറങ്ങി. അപ്പൊ ഞാൻ ഹംദനോട് ചോദിച്ചു, എടാ നിനക്ക് അറിയായിരുന്നല്ലോ ഇന്നലെ എനിക്ക് ഇതൊക്കെ ചെയ്യണമായിരുന്നു എന്ന്. ലാസ്റ്റ് ഞാൻ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ എവിടെയെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ കല്യാണത്തിന് നമ്മൾ റെഡി ആവാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും കുഞ്ഞവിടെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയത്. നമ്മൾ ഭക്ഷണം എടുക്കാൻ തുടങ്ങുമ്പോ കൈ വെച്ചാ മതി. ഓ ഞാനൊക്കെ ആ ഒരു ഫേസ് അവസാനം ലിറ്ററലി വായിൽ തരുമായിരുന്നു. അമ്മയും നിക്കിലൊക്കെ വായിൽ ഭക്ഷണം അല്ലാതെ കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ആ പിള്ളേർ ശരിക്കും ഞാൻ ആദ്യമൊക്കെ ഇക്കിനെ വെയിറ്റ് ചെയ്യും. ഇക്ക കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇക്കയുടെ കൂടെ ഇരുന്ന് കഴിക്കും. കുറച്ച് ഇപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക വന്നാലും വന്നില്ലെങ്കിൽ ശരി മോൻ ഉറങ്ങുന്നുണ്ട് അപ്പോഴേ കഴിച്ചിരിക്കും, എന്റെ പണി തീർന്നു. അപ്പൊ അങ്ങനെ ഹംദാന്റെ വിശേഷങ്ങളെല്ലാം കേട്ടു. ഇനി ഹംദാന് നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഹംദാന്റെ അച്ഛന്റെ വിശേഷങ്ങൾ പറയൂ. ഇക്ക ഷാനിദ് ആസിഫ് അലി, മലപ്പുറത്താണ് വീട്. ഇതുപോലൊരു ഫംഗ്ഷന് മർഹബ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഗോൾഡൻ വിസ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ആവശ്യത്തിന് ഞങ്ങൾ സംസാരിച്ചതാണ്. പക്ഷെ അപ്പോഴൊന്നും ഒരു പ്ലാനും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കൊറോണയുടെ സമയത്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ദുബായിലെ ഫംഗ്ഷൻസ് ഒക്കെ തുടങ്ങി. അപ്പോഴാണ് ഒരു ഈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതിന്റെ മുന്നത്തെ ഈദ്, ലൈക്ക് ഞങ്ങളുടെ മെയ് ഈദ് ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ കഴിഞ്ഞ മെയ്യുടെ ഒരു ഈദിന് മർഹബ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെക്കുകയാണ്. അപ്പം എന്നോട് ചോദിച്ചു ഗോൾഡൻ വിസ ലൈക്ക് അപ്രൂവലിന് നിൽക്കുകയാണ്, നമുക്കത് ആ സമയത്ത് തന്നെ ഈ ഫംഗ്ഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫംഗ്ഷന് പോകുന്നത്. ഫംഗ്ഷന് കണ്ടു ആളെ. അപ്പൊ ഞങ്ങളുടെ ഒരു കോമൺ കസിനും പിന്നെ എങ്ങനെയോ എന്താ പറയാ ഫാമിലി ആയിട്ട് എന്തോ സംസാരങ്ങൾ വന്നപ്പം അത് ഒരു കല്യാണത്തിലേക്ക് എത്തി. ഞങ്ങൾ സംസാരിച്ചപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇത് ശരിക്കും ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. ആക്ച്വലി എന്റെ മമ്മിയാണ് ഫസ്റ്റ്. മമ്മിയൊക്കെ പറഞ്ഞു നമുക്ക് ചെക്കനെ ചോദിക്കാം. പിന്നെ എനിക്കും ആളെ കണ്ട് സംസാരിച്ചപ്പം ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരൻ ഒരു എന്താ പറയാ കുറച്ചൊരു നമ്മൾ വിചാരിക്കും ഭയങ്കര ഹാഷായിട്ട് സംസാരിക്കുന്ന ആളാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എവിടെയും ആ ഒരു ഹാർഡ്നെസ് അല്ലെങ്കിൽ അതൊരു ഇഷ്ടത്തിലേക്ക് മാറി. ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിലൊരു ചെറിയൊരു ഉടക്കുണ്ടായി ഫംഗ്ഷന് പോയപ്പം. എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കമ്പനിയുടെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പം സൈസ് മാറിപ്പോയി. ഞാൻ ഇട്ട് നോക്കിയില്ല. അപ്പൊ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും പോയിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പെൺകുട്ടികൾ പോയി കഴിഞ്ഞാൽ ഈ ഷോപ്പിൽ കയറുമ്പോൾ നമ്മൾ യൂ ടേണും ലെഫ്റ്റും എല്ലാം അടിച്ചിട്ടാണല്ലോ ഈ ഷോപ്പിലേക്ക് കയറുക. അങ്ങനെ കയറി ഞാൻ എന്റെ സമയം അങ്ങോട്ട് തെറ്റി. അങ്ങനെ എനിക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ എത്തുന്നില്ല, ഞാൻ പോയില്ല. പുള്ളിക്കാരൻ പെട്ടെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു ഇനി വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താ? ഇല്ല ഇവിടെ എല്ലാവരും പോയി ഇനി വരണ്ട, കുഴപ്പമില്ല. അതൊരു ദേഷ്യത്തിലേക്കായി നമ്മൾ. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ ആദ്യം ചോദിച്ചതാ, ഞാൻ ഷോപ്പിൽ പോകുന്ന മുന്നിട്ട് അവിടെ വന്നിട്ട് ഫംഗ്ഷൻ ആണ് ജസ്റ്റ് വന്നിട്ട്. അപ്പം പറഞ്ഞു വേണ്ട അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ ആളാ. അതൊരു ദേഷ്യത്തിലായി. അപ്പം പിന്നെ എനിക്കതൊരു ഒരു എന്താ പറയാ ഒരാളായിട്ട് നമ്മള് ഇന്നേ വരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു ലൈക്ക് ലെറ്റ്സ് ടോക്ക്, ബിക്കോസ് ഇങ്ങനെ ഒരു നമ്മളൊരു ഫംഗ്ഷന് വന്നിട്ട് വെറുതെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനിക്കൊരു ഇഷ്ടമില്ല. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും, കുഴപ്പമില്ല ഷംന എന്നൊക്കെ പറഞ്ഞതാ. അതൊന്ന് ഞാൻ മേടിച്ചു തന്നാൽ പിന്നെ ഓക്കെ. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി പോവുമല്ലേ, അറ്റ്ലീസ്റ്റ് നമുക്കൊരു ലഞ്ചിന് മീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകാം. എൻ്റെ സിസ്റ്റർ അന്ന് ദുബായിലുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ ലഞ്ച് കഴിക്കാം, സോ ദാറ്റ് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോകാൻ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് കുറച്ച് ബിസിനസ് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഹുക്ക് കണ്ടോ, ഒരു ഹുക്ക് ഉണ്ട് ഇവിടെ, അതെനിക്ക് വാങ്ങിക്കണമായിരുന്നു. അപ്പം വീടിന്റെ റിനോവേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയം, അപ്പം വീടിന്റെ ഡെക്കോറിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഹുക്ക് വാങ്ങിക്കാനും ഉണ്ട്, അപ്പൊ അത് എവിടെയാ കിട്ടുക. അപ്പൊ അത് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞു അതിന്റെ ഓഫീസിന്റെ അടുത്തുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞു. ഞാനും എൻ്റെ സിസ്റ്ററിന്റെ മോളുമാണ് പോകുന്നത് അത് വാങ്ങിക്കാൻ. അങ്ങനെ ലഞ്ചിന് പോയി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ആ ഒരു ലഞ്ചാണ് ഈ കല്യാണത്തിൽ എത്തിയത്. അതോടെ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയല്ലേ? അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പുള്ളിക്കാരന്റെ ലൈഫൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ എനിക്ക് അങ്ങോട്ട് I just felt so genuine and നമ്മൾ പറയില്ലേ ചിലപ്പം ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടാൻ കുറെ കാര്യങ്ങളൊന്നും വേണ്ട. അതെ. അഭിനയ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടി ഷംന കാസിമിന് മലയാളത്തിലേക്കാളും തമിഴിലും തെലുങ്കിലുമാണ് ശ്രദ്ധിക്കപ്പെടാൻ സാധിച്ചത്. മലയാള സിനിമാ രംഗത്ത് തനിക്ക് അർഹമായ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പലപ്പോഴും ഷംന തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്.
പൂർണ്ണ എന്ന പേരിലാണ് മറുഭാഷകളിൽ ഷംന അറിയപ്പെടുന്നത്. അടുത്തിടെ തെലുങ്കിൽ ചെയ്ത ഡാൻസ് നമ്പർ വമ്പൻ ഹിറ്റായി മാറി. കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും ഷംന ഇന്ന് ശ്രദ്ധ നൽകുന്നുണ്ട്. ഭർത്താവ് ഷാനിദ് ആസിഫ് അലിയോടൊപ്പം ദുബൈയിലാണ് നടി ഇപ്പോൾ താമസിക്കുന്നത്. ഒരു മകനുണ്ട്. 2022-ലാണ് ഷംനയും ഷാനിദും വിവാഹിതരായത്. രണ്ടാം വിവാഹ വാർഷിക ദിനത്തിൽ വളരെ മനോഹരമായൊരു കുറിപ്പ് ഷംന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. വിവാഹ ജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പലപ്പോഴും നടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദുബായിൽ ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട് ഷംന. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, സെമി ക്ലാസിക്കൽ തുടങ്ങിയവയെല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്.